എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്നു. ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 1 വേഴ്സസ് 20. 20-ാമത്തെ വാക്യം. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിക്കുവിൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളാണുള്ളത്. നാം രൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ്, ഒരു കുടുംബത്തെക്കുറിച്ചുള്ള കാര്യമാണ്. ആ കുടുംബത്തിലെ കുടുംബനാഥൻ്റെ പേര് എലിമലേക്ക് എന്നാണ്. എലിമലേക്കിൻ്റെ ഭാര്യ നവോമി, എലിമലേക്ക്, അതുകൂടാതെ അവർക്ക് 2 ആൺപിള്ളേർ. ഇവരെല്ലാവരും കൂടെ ഈ കനാൻ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ, ഫാമിൻ ഉണ്ടായപ്പോൾ അവർ ആ ദേശം വിട്ടേച്ച് അവർ മോവാബ് ദേശത്തേക്ക് പോകാനിടയായി തീർന്നു. അവനവൻ്റെ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്ത് കുടിയേറി പാർത്തു. അങ്ങനെ കുടിയേറി പാർത്ത അവർ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ശലോമിക്ക് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അദ്ദേഹം മരിച്ചു. അതിനുശേഷം 2 ആൺപിള്ളേരുണ്ട്. ആ ആൺപിള്ളേർ ആ കുടിയേറി പാർത്ത ആ സ്ഥലത്ത് നിന്ന് ഭാര്യമാരെ എടുത്തു. അവർ സുഖമായിട്ട് പോകുന്നതിനിടയ്ക്ക് ആൺപിള്ളേരും പതുക്കെ മരിച്ചു, മരണപ്പെട്ടു. അവസാനം 3 സ്ത്രീകൾ മാത്രമാണ് ശേഷിച്ചത്. നവോമിയുടെ 2 മരുമക്കൾ. അങ്ങനെ നവോമിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതം മുഴുവൻ പരാജയപ്പെട്ടു, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഈ കുടുംബം നടത്താൻ ആണുങ്ങളില്ല, 2 മരുമക്കൾ മാത്രമേ ഉള്ളൂ. നിരാശയായ നവോമി വളരെ ഡിപ്രഷനിലേക്ക് പോവുകയും തൻ്റെ മരുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കും പോകാം, കാരണം ഇനിയിപ്പോൾ എൻ്റെ പക്കൽ ആൺപിള്ളേരൊന്നുമില്ല, നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണ്, നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരു കാര്യം പറഞ്ഞ് അങ്ങനെ നവോമി മരുമക്കളെയും പിരിച്ചുവിടാൻ ആഗ്രഹിച്ചു. അതിനകത്ത് ആദ്യത്തെ മരുമകൾ ഓർപ്പ, അവൾ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോയി. 2ാമത്തെ മരുമകൾ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ തീരുമാനം ഇങ്ങനെയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. അപ്പോൾ രൂത്ത്, 2ാമത്തെ മരുമകൾ രൂത്ത് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇങ്ങനെയാണ്, ഞാൻ എന്ത് സംഭവിച്ചാലും എൻ്റെ അമ്മായിമ്മയെ വിട്ടു പോകത്തില്ല, കാരണം അമ്മായിമ്മയുടെ ജനം, അമ്മായിമ്മയുടെ സ്വന്തക്കാർ, ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാർ, അമ്മായിമ്മയുടെ ദൈവം എൻ്റെ ദൈവം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവർ ആ തീരുമാനത്തിൽ അടിയുറച്ച് അവരവിടുന്ന് കുടിയേറി പാർത്ത സ്ഥലത്ത് നിന്ന് തിരിച്ച് അവർ മടങ്ങി കനാൻ ദേശത്തേക്ക് വന്നു. ബന്ധുമിത്രാദികളെല്ലാം കണ്ട് സംസാരിച്ചപ്പോൾ അവർ പലരും പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ നവോമി അല്ലേ, പണ്ട് ഇവിടുന്ന് പോയ നവോമി അല്ലേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. അവൾ അവരോട് പറഞ്ഞത്, എന്നെ നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പീൻ. മാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയ്പുള്ളത്, ബിറ്റർനെസ്, ഏറ്റവും ഫെയിലായി തീർന്നു, എൻഡ് എന്ന് വരുന്ന, ഇനി എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് തകർന്നു, ഇനി എനിക്ക് ഒന്നുമില്ല, സ്വത്തില്ല, പ്രോപ്പർട്ടിയില്ല, ഒന്നുമില്ല, കിടക്കാൻ ഒരു കിടപ്പാടമില്ല. ഈ പ്രതിസന്ധിയിലെത്തിയ നവോമിയുടെയും രൂത്തിൻ്റെയും ജീവിതത്തെ 2ാമത് ദൈവം പണിയുവാൻ ഇടയായി തീർന്നു. ദൈവം 2ാമത് പണിത കാര്യങ്ങൾ നമുക്കറിയാം. നവോമിയുടെ ഒരു ചാർച്ചക്കാരൻ, കാശുകാരനായ വലിയ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. ആ ചാർച്ചക്കാരൻ്റെ പേര് ബോവസ് എന്നാണ്. ആ ബോവസിൻ്റെ വയലിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പാടി ഫീൽഡിൽ കാല പെറുക്കുവാൻ വേണ്ടി, പുറയിലൂടെ പോകുന്ന സാധനങ്ങൾ പെറുക്കാൻ വേണ്ടിയുള്ള അനുവാദം ഈ രൂത്തിന് കിട്ടുന്നു. തീരെ പതുക്കെ ആ ബന്ധം ഡെവലപ്പ് ചെയ്ത് നവോമിയുടെയും രൂത്തിൻ്റെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം തുടങ്ങുവാനിടയായി തീർന്നു. ആ പുതിയ തുടക്കം ഇങ്ങനെയാണ്, രൂത്ത് ബോവസിൻ്റെ ഭാര്യയായി തീർന്നു. ബോവസിൻ്റെ ഭാര്യയാകുന്നതോടുകൂടെ രൂത്ത് ദാവീദിൻ്റെ വെല്ലുമിച്ചിയായി മാറുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദാവീദിൻ്റെ സന്തതിയിൽ, പരമ്പരയിലെ ഒരു കണ്ണിയായിട്ട് ദൈവം രൂത്തിനെ മാറ്റി. അപ്പോൾ ഈ വചനത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് ക്യാൻ ടേൺ അവർ എൻഡിങ് ഇൻ ടു എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ തുടക്കത്തിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ ദൈവത്തിന് സാധിക്കും. എൻഡ് തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ കിടക്കാരായി, കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ല, എൻ്റെ പേര് ഇനി നവോമിന്ന് വിളിക്കരുത്, മാറാ, കയ്പ്, പരാജിതൻ എന്ന് മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞ നവോമിയുടെ ജീവിതത്തെ റീറൈറ്റ് ചെയ്യുവാൻ, ഒന്നുകൂടി എഴുതി അതിനെ പുതുമയോടുകൂടി പുതുതാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും നമുക്കുണ്ടാകാറുണ്ട്.
ആ പരാജയങ്ങളെയും പ്രതിസന്ധികളും ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകാം. എന്നാൽ നമുക്കിന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതുമാണ്: നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അവസാനമെന്ന് നമ്മൾ ചിന്തിച്ച കാര്യത്തെ ഒരു പുതിയ തുടക്കമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അതിനെ റീറൈറ്റ് ചെയ്ത് മാറ്റുവാൻ സാധിക്കും. വൺ ഫേവർ ടച്ച് ഓഫ് ഗോഡ് ക്യാൻ ഓവർ റൈറ്റ് യുവർ ഡെസ്റ്റിനി. നമ്മുടെ ഡെസ്റ്റിനിയെ ഓവർ റൈറ്റ് ചെയ്യുവാൻ, രണ്ടാമത് എഴുതി ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ ഒരു ഫേവർ ടച്ചിന് സാധിക്കും. ഈ വചനങ്ങളെ ദൈവം സഹായിക്കട്ടെ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എല്ലാവരെയും ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.